മനോഹരമാം സിയോനിൽ ഞാൻ വേഗം ചേർന്നിടും. എൻ ക്ലേശമാകെ നീങ്ങിപ്പോ അവിടെ എത്തുമ്പോൾ നിത്യമാം സന്തോഷം പ്രാപിക്കും. അന്നു ഞാൻ ശത്രു വീണതു എടുപ്പാൻ പാടില്ല. ആനന്ദം കൂടിടും സാനന്ദം പാടിടും ശ്രീയേശു രാജൻ മുമ്പാകെ. ആനന്ദം കൂടിടും സാനന്ദം പാടിടും ശ്രീയേശു രാജൻ മുമ്പാകെ. കുഞ്ഞാട്ടിൻ തീരു ഞാൻ സുത്തനായി തീർന്നോ. തച്ചകിലെ സുന്ദരത്താൽ ഞാൻ ജയം പാടിടോ. മഹത്വം രക്ഷക സ്തുതി നീനക്കെന്നും ചേട്ടിൽ നിന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസേ നാളെല്ലാം നന്ദിയോടടി വണങ്ങോ. സ്തുതിക്കും നിന്നെ ഞാൻ ആയുസേ നാളെല്ലാം നന്ദിയോടടി വണങ്ങോ. ആർപ്പോടു നിന്നെ ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ. മുൻപോട്ടു തന്നെ ഓടുന്നു എൻ വിരുദിനായി. ലഭിക്കും നിശ്ചയം എൻ വിരുദെനിക്കു. ശത്രുക്കൾ ആരുമേ കൊണ്ടുപോകയില്ല. പ്രാപിക്കും അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. പ്രാപിക്കും അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. എൻ ഭാഗ്യകാലം ഓർക്കുമ്പോൾ എന്നുള്ളം തുള്ളുന്നു. ഈ ലോകസുഖം തള്ളി ഞാൻ ആ ഭാഗ്യം കണ്ടപ്പോൾ. നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ പാടിടും. രാജൻ മുഖം കണ്ടു എന്ന് ഞാൻ ഘോഷിക്കും. രക്തത്തെ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി. രക്തത്തെ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി. എൻ ഭാഗ്യകാലം ഓർക്കുമ്പോൾ എന്നുള്ളം തുള്ളുന്നു. ഈ ലോകസുഖം തള്ളി ഞാൻ ആ ഭാഗ്യം കണ്ടപ്പോൾ. നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ വാടിടും. രാജൻ മുഖം കണ്ടു എന്ന് ഞാൻ ഘോഷിക്കും. രക്തത്തെ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി. രക്തത്തെ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി. മനോഹരമാം സിയോനിൽ ഞാൻ വേഗം ചേർന്നിടും. എൻ ക്ലേശമാകെ നീങ്ങിപ്പോ അവിടെ എത്തുമ്പോൾ. നിത്യമാം സന്തോഷം പ്രാപിക്കും അന്നു ഞാൻ. എൻ ശത്രു വീണതു എടുപ്പാൻ പാടില്ല. ആനന്ദം കൂടിടും സാനന്ദം പാടിടും ശ്രീയേശു രാജൻ മുമ്പാകെ. ആനന്ദം കൂടിടും സാനന്ദം പാടിടും ശ്രീയേശു രാജൻ മുമ്പാകെ. കുഞ്ഞാട്ടിൻ തീരു രക്തത്താൽ ഞാൻ സുത്തനായി തീർന്നു. സുന്ദരത്താൽ ഞാൻ ജയം പാടിടോ. മഹത്വം രക്ഷകം സ്തുതി നീനക്കെന്നും ചേറ്റിൽ നിന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസേ നാളല്ല
നന്ദിയോടടി വണങ്ങോ സ്തുതിക്കാം നിന്നെ ഞാൻ ആയുസേ നാളെല്ലാം നന്ദിയോടടി വണങ്ങോ സർവായുധങ്ങൾ ധരിച്ചിടുക ദുഷ്ടനോട് എതിർത്തു നിന്നു വിജയം നേടുവാൻ സർവായുധങ്ങൾ ധരിച്ചിടുക ദുഷ്ടനോട് എതിർത്തു വിജയം നേടുവാൻ കേൾക്കാറായി കാവലതോനി നമ്മോകാറായി വിപാലനം വിട്ട് പാതലം വിട്ട് തേജസേറുമ്പോഴേ ആനന്ദമേ ആനന്ദമേ കാന്തനോട് വാഴും എത്രയാനന്ദം ആനന്ദമേ നിത്യാനന്ദമേ കാന്തനോട് വാഴും കാലം എത്രയാനന്ദം കേൾക്കാറാൽ കാവലതോനി നമ്മോകാരാ
ஜோதியே ஆரோவியே யோம் வேளையில் ஆடி அண்ணன் சம்மாரிரோ ஆரோவியே யோம் வேளையில் ஆடி அண்ணன் சம்மாரிரோ பரிசுத்த கூட்டம் நடுவில் ஜோலி தீடும் சுத்த ஜோதியே ஆரோவியே யோம் வேளையில் ஆடி அண்ணன் சம்மாரிரோ ஆரோவியே யோம் வேளையில் ஆடி அண்ணன் சம்மாரிரோ துணை வேண்டும் தகப்பனே உலகில என்னை எதிர்க்கும் சக்திகள் பல உண்டு துணை வேண்டும் தகப்பனே உலகில என்னை எதிர்க்கும் சக்திகள் பல உண்டு என் ஜீவன் எல்லை எங்கிலோ பரிசுத்தம் என எழுதும் என் ஜீவன் எல்லை எங்கிலோ பரிசுத்தம் என எழுதும் பரிசுத்த கூட்டம் நடுவில் ஜோலி தீடும் சுத்த ஜோதியே ஆரோவியே யோம் வேளையில் ஆடி அண்ணன் சம்மாரிரோ 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 பரிசுத்தாவியானவரே ஹல்லேலூயா உள்ளங்களில் வாசம் பண்ணுவீராக ஆவியானவர் ஒவ்வொருடைய உள்ளங்களிலும் இந்த காலவேளையில வாசம் பண்ணுவீராக இவங்களே Hallelujah, hallelujah, hallelujah. Yeswe, stotram, 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 stotram. Rekam sayam, rekam sayam, rekam sayam, rekam sayam. Hallelujah, hallelujah, hallelujah. ദൈവത്തെ ആരാധിപ്പാൻ സ്തുതിപ്പാൻ ദൈവസന്നിധാനത്തിൽ വന്നിരിക്കുമ്പോൾ ഹല്ലേലൂയ പാടി ദൈവത്തെ സ്തുതിപ്പാൻ ദൈവകൃപ നൽകി തുടർമാനമായ ദൈവസാന്നിധ്യം നമ്മുടെ നാട്ടിൽ വെളിപ്പെടുവാൻ ഹല്ലേലൂയ എല്ലാവരും ദൈവാത്മാ വിടുതൽ അനുഭവിപ്പാൻ അതിന്റെ അനുഗ്രഹത്തിനായി ചുരുക്കം വാക്കിൽ പ്രാർത്ഥിക്കുന്നു.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പകൽക്കാലം നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാം. ദൈവം കൃപ നൽകി വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. സ്തോത്രം. നാം പാടുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടേതായ ആരാധന നെറ്റിലുണ്ടായിരിക്കും. കാരണം ഇത്രയും ബുദ്ധിമുട്ടില്ല കാര്യങ്ങൾ ചെയ്യുന്നത്. വെള്ളച്ചിപ്പാറ AG ചർച്ച് വെള്ളച്ചിപ്പാറ എന്ന നെറ്റിൽ അടിച്ചാൽ മതിയാവും. ഇവിടെ നടക്കുന്ന ആരാധനകൾ തിരുവഴുത്തും കാണും. മൈക്കിൽ കൂടെ സംസാരിക്കുന്നതെല്ലാം കാണും, അല്ലാത്തതൊന്നും കാണുകയില്ല. സ്തോത്രം. ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. ആകയാൽ ദൈവത്തിൻ്റെ സത്യ സുവിശേഷം തന്നെയാണ് ഞങ്ങളിവിടെ പ്രഘോഷിപ്പിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഇത് കേൾക്കുന്നവർ നിശ്ചയമായി അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. ഞങ്ങളുടെ പ്രത്യേക ദൂതൊന്നുമല്ല, സ്വർഗത്തിലെ ദൈവം തരുന്ന ദൂതുകളാണ്. പകൽക്കാലവും കേൾക്കുന്ന എല്ലാ കേൾവിക്കാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അല്പനേരം ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിക്കാം. സ്തോത്രം. உலகத்தோற்றத்திற்கு முன்னே தேவன் தம்முடைய மகிமைக்காக ஏற்படுத்தினதும் மறைக்கப்பட்டதுமாயிருக்கிற ரகசியமான தேவ ஞானத்தையே பேசுகிறோம். ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, പകൽക്കാലം തിരുവചനത്തിന് മുന്നിൽ വരുന്നു. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരിക്കുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ. ഹല്ലേലൂയ. ദൈവമേ, വചനം കർത്താവെ അനുഗ്രഹിച്ചു തരുമാറാകണമേ. കേൾവിക്കാർക്കത് വിടുതലും കർത്താവെ ആശീർവാദമായി മാറ്റണമേ. വിവേദിപ്പാൻ കൃപ തരണം. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. വായിക്കപ്പെട്ട വേദഭാഗം ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരിക്കുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ദൈവത്തിന് എല്ലാവരെയും അനുഗ്രഹിക്കുന്നത് ഇഷ്ടമാണ്. ഏത് മനുഷ്യനെയും അനുഗ്രഹിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പറയുന്നു. വെളിപ്പാട് 1:3 ഈ വചനം കേൾക്കുന്നവനും കേൾപ്പിക്കുന്നവനും വായിക്കുന്നവനും എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരെന്നാണ് പറയുന്നത്. വായിക്കുന്നവൻ, കേൾക്കുന്നവൻ, പ്രമാണിക്കുന്നവൻ എല്ലാവരും ഭാഗ്യവാന്മാരാണ്. ഇപ്പോൾ ദൈവത്തിന് എല്ലാവരെയും അനുഗ്രഹിക്കണമെന്നാണ് ആഗ്രഹം. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്നും പുറപ്പെട്ടപ്പോൾ എല്ലാവർക്കും ദൈവം മേഘസ്തംഭത്തിന് കീഴിൽ നിഴൽ നൽകി. മന്ന എല്ലാവർക്കും ഭക്ഷിപ്പാൻ കൊടുത്തു. നല്ലവരുണ്ടായിരുന്നു, പിറുപിറുക്കുന്നവരുണ്ടായിരുന്നു, എല്ലാ അന്യായവും ചെയ്യുന്നവരുണ്ടായിരുന്നു. എല്ലാവർക്കും ദൈവം കൊടുത്തു. അനുഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. സ്തോത്രം, സ്തോത്രം. അനുസരിക്കാത്തവർക്കും ഇത് കൊടുത്തു. ദൈവം എല്ലാവരിലും ആഗ്രഹിക്കുന്നത് എന്തെന്നറിയാമോ? നരകത്തിൽ ആരും പോകരുത് എന്ന്, താഴെ പാതാളത്തെ ഒഴിഞ്ഞു പോകണമെന്ന്. മനസ്സിലായ? ബുദ്ധിമാന്റെ ജീവിതം എത്ര മേലോട്ടാകുന്നു, അവൻ താഴെ പാതാളത്തെ ഒഴിഞ്ഞു പോകുന്നു.
അവരെ കുറിച്ച് ഒരു വ്യാഖ്യാനം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ മത്തായി സുവിശേഷം 7-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യേശു പറഞ്ഞത്, എൻ്റെ വചനം കേട്ട് അതുപോലെ ചെയ്യുന്നവൻ പാറമേൽ അടിസ്ഥാനം പോലെ ഇരിക്കും. അതൊന്നും ஆகையால் நான் சொல்லிய இந்த வார்த்தைகளை கேட்டு இவைகளின்படி செய்கிறவன் எவனோ ഈ വചനം കേട്ട് അതുപോലെ ചെയ്യുന്നവൻ ആരോ அவனை கண்மலையின் மேல் தன் வீட்டை கட்டின ബുദ്ധിയുള്ള മനുഷ്യനുക്ക് ഒപ്പിടുന്നു. പാറമേലെ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യന് തുല്യൻ. അവര് ബുദ്ധിയുള്ളവൻ എന്ന് പറഞ്ഞാൽ പാതാളത്തെ ഒഴിഞ്ഞു പോകും. വചനം കേട്ട് അതുപോലെ ചെയ്യും ബുദ്ധിയുള്ളവൻ. അവൻ നല്ല ഉറപ്പുള്ള ഒരു ഫൗണ്ടേഷൻ ഇടുന്നവനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വചനം അനുസരിക്കുന്നവനാണ് ബുദ്ധിയുള്ളവൻ. വചനം അനുസരിച്ചാൽ ദൈവത്തിന്റെ എല്ലാ നന്മയും നമുക്ക് ലഭിക്കും. ദൈവം എല്ലാം നമുക്ക് തരുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, ദൈവം മുൻനിയമിച്ച തേജസ്സിനായി അത് നമ്മൾ പ്രാപിക്കാൻ വേണ്ടിയാണ് ദൈവം എല്ലാം തരുന്നത്. ദൈവം നമുക്ക് എല്ലാം തരുന്നത് നമ്മുടെ തേജസ് നമ്മുടെ പ്രാപിക്കാൻ വേണ്ടി. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എല്ലാ നന്മയും ദൈവം നമുക്ക് തരുന്നു. മനുഷ്യൻ്റെ അധ്വാനം കൊണ്ട് മനുഷ്യന് ജീവിക്കാൻ കഴിയുമോ? ഈ തിന്നുന്ന ആഹാരവും ഭക്ഷണവും ഇത്രയും ഈ ലോകത്തിൽ കോടിക്കോടി ജനങ്ങൾ താമസിക്കുന്നിടത്ത് ഒരു വർഷം മഴയില്ലെങ്കിൽ എല്ലാം തീർന്നു. ദൈവ മനുഷ്യനെ പുലർത്തുന്നതും പോറ്റുന്നതും എത്ര അത്ഭുതം. ഒരു രോഗം തന്നെ കടന്നു വന്നപ്പോൾ എത്ര കോടികൾ പോയി. അത് തന്നെ മനുഷ്യന് നീണ്ടങ്ങ് ലോകത്തെങ്ങും ആ ബാധകം തന്നെ, ആ പിശാചിനെ ലോകമെന്നറിഞ്ഞാൽ തീർന്നില്ലേ? ദൈവം നമുക്കെല്ലാം തന്ന് നമ്മെ നിർത്തിയിരിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന തേജസ് നമ്മൾ പ്രാപിക്കാനാണ്. മനുഷ്യന്റെ തേജസ് ഏതേൻ തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു. ദൈവം തേജസ്സുള്ളവനായി മനുഷ്യനെ സൃഷ്ടിച്ചു. അത് തേജസ് നഷ്ടപ്പെട്ടു. അത് പുത്രനിലൂടെ വീണ്ടെടുക്കുവാൻ അനുസരിച്ചാൽ, കർത്താവിന്റെ വചനം കേട്ട് അനുസരിച്ചാൽ, സുവിശേഷം അനുസരിച്ചാൽ ആ തേജസ് നമുക്ക് ഉണ്ടാകും. അതാണ് വായിച്ച വേദഭാഗത്തിൽ പറയുന്നത്, നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരിക്കുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു എന്ന്. ഈ തേജസ് നമ്മുടെ മേലെ വരുന്നത് ദൈവത്തോടുള്ള അനുസരണമാണ്. ഈ തേജസ്, ഈ ശക്തി ക്രിസ്തുവിലൂടെ ഒരുവന് പ്രാപിപ്പാൻ കഴിയുള്ളൂ. വചനം അനുസരിക്കുന്നവരുണ്ട്, വചനം അനുസരിക്കാത്തവരുമുണ്ട്. വചനം അനുസരിക്കുമ്പോൾ ഈ വായിക്കുന്നത്, വായനയിലൂടെയുള്ള അറിവ് നേടുന്നവരുണ്ട്. അവരനുസരിക്കുകയില്ല. ഈ വചനം അനുസരിച്ച് അതിലൂടെയുള്ള അനുഗ്രഹം പ്രാപിക്കുന്നവരുണ്ട്. ഈ ലോകത്ത് നോക്കുമ്പോൾ വചനം വായിക്കുന്നവർ, വായിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നവർ, വചനം അനുസരിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നവർ, രണ്ട് കൂട്ടർ ഇവിടെ ഉണ്ട്. വചനത്തിലൂടെയുള്ള, വായിച്ച് മാത്രമുള്ള അനുഗ്രഹം എന്ന് പറഞ്ഞാൽ പരീശന്മാരും ന്യായശാസ്ത്രിമാരും സാദൂക്യരും ഇവരെല്ലാം വചനം വായിച്ച്
അതിലൂടെയുള്ള അനുഗ്രഹം പ്രാപിച്ചവരാണ്. അവർ വചനം വായിക്കും, പക്ഷെ അനുസരിക്കുകയില്ല. മത്തായി സുവിശേഷം 23-ാം അധ്യായം 1-2 വാക്യം വായിക്കാമേ? സ്തോത്രം. മത്തായി സുവിശേഷം 23-ാം അധ്യായം. പിൻപു യേശു ജനങ്ങളെയും നമ്മുടെ ശിഷ്യர்களെയും നോക്കി, വേദപാരകരും പരിസേയരും മോശയുടെ ആസനത്തിൽ உட்கார்ந்திருக்கிறார்கள், ஆகையால் நீங்கள் கைக்கொள்ளும்படி அவர்கள் உங்களுக்கு சொல்லுகிற யாவையும் கைக்கொண்டு செய்யுங்கள், அவர்கள் செய்கையின்படியோ செய்யாதிருங்கள். മതി. നോക്കുക, അവിടെ യേശു പുരുഷാരത്തോട് തൻ്റെ ശിഷ്യന്മാരോടും പറഞ്ഞത്, ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു, ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ചു ചെയ്യുവിൻ, അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത്. ഏതാനും അവർ പറയുന്നതേ ഇവള് ചെയ്യുന്നില്ല. അപ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും എന്നുള്ളവർ പറയുന്ന നിയമമല്ല, ചെയ്യുന്നില്ല. ഈ പരീശന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ളത്, ഇവർ ന്യായപ്രമാണം എത്ര വചനമുണ്ട്, എത്ര വാക്കുകളുണ്ട്, എത്ര എഴുത്തുകളുണ്ട്, ഇതെല്ലാം എണ്ണി തിട്ടം പെടുത്തിയവരാണ്. എന്ന് പറഞ്ഞാൽ ഈ തിരുവെഴുത്തിൽ നല്ല പരിജ്ഞാനം നേടിയവരാണ്. പക്ഷേ ഇവര് അനുസരിക്കുകയില്ല. അനുസരിക്കുന്ന ഒരു കൂട്ടമുണ്ട്, അവരാണ് ദൈവദർശനം പ്രാപിക്കുന്നത്. അനുസരിക്കുന്ന ഒരു കൂട്ടമുണ്ട്, അവരാണ് നിത്യജീവന് പോകുന്നത്. അനുസരിക്കുന്ന ഒരു കൂട്ടമുണ്ട്, അതാണ് യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന കൂട്ടം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ദൈവത്തെ, യേശുവിനെ അനുസരിക്കുന്നവനായിരുന്നില്ല, യേശുവിനെ ആരാധിക്കുന്നതിന്റെ കൊന്നൊടുക്കുന്നവനായിരുന്നു. ന്യായപ്രമാണം വായിക്കുന്നവനാ, അറിയാവുന്നവനാ, ബാഹ്യ ഭക്തിയെല്ലാം ഉണ്ട്. പക്ഷെ അവൻ ദൈവഭാഗത്ത് വന്നപ്പോഴെന്തെന്നറിയാമോ? വചനം അനുസരിക്കാൻ തുടങ്ങി. അനുസരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അനുസരണം എന്ന് പറയുന്നത്, ദൈവമേ ഇന്ന കൽപ്പന എനിക്ക് അനുസരിപ്പാൻ കഴിയാതിരിക്കുന്നു, അനുസരിപ്പാൻ എന്നെ ബലപ്പെടുത്തണമേ. ഇന്ന നിന്റെ വചനം അനുസരിപ്പാൻ കഴിയാതിരിക്കുന്നു, എന്നെ ബലപ്പെടുത്തണമേ. വചനം അറിഞ്ഞിട്ട് യേശുവിന്റെ പാദപീഠത്തിൽ വീണ് എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് അത് പറയുന്നതാണ് അനുസരണം. ഇങ്ങനെ ജീവിച്ച പൗലോസ് 2 കൊരിന്ത്യർ 12-ാം അധ്യായം 2-ാം വാക്യം വായിച്ചു വരുമ്പോൾ, എനിക്കൊരു മനുഷ്യനെ അറിയാം, 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടു, ഉടലോടെയോ അല്ലയോ എനിക്ക് അറിയില്ല. ഒരു മനുഷ്യനെ അറിവേൻ, അവൻ 14 വർഷത്തിற்கு മുന്നേ 3-ാം വാനം വരയ്ക്കും എടുക്കപ്പെട്ടു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ എനിക്കറിയാം, 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടു. വചനമനുസരിക്കുന്നവന്റെ ചിന്തകളും ഹൃദയവും മുകളിലേക്ക് ഉയരും. അതാണ് ബുദ്ധിമാന്റെ ജീവിതയാത്ര മേലോട്ട് പോകും. വചനം അനുസരിക്കാത്തവന്റെ ചിന്തയും പ്രവൃത്തികളും താഴോട്ട് പോകും, പാതാളത്തിൽ. ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാവരും മുകളിലേക്ക് ദർശനമുള്ളവരായി മാറണമെന്നാണ്. താഴോട്ട് പോകുന്നവരെല്ലാം ഇവിടെ ചിന്തിക്കാം, ഇന്നെങ്ങനെയാണ് ഈ ലോകത്തിൽ നമുക്ക് എന്തെങ്കിലും ഒക്കെ സമ്പാദിക്കാൻ പറ്റും, ഇന്നെങ്ങനെയാണ് ഈ ലോകത്തിൽ നമുക്ക് നേടാൻ പറ്റും, ഈ ലോകത്തിലെ സുഖലോലുപത്വം എല്ലാം
അവരുടെ ബുദ്ധിയിൽ സാത്താൻ കൊണ്ടുവരുന്നതെല്ലാം എങ്ങനെ നടുമുറയിലാക്കാൻ കഴിയും? ഇതിനു വേണ്ടി വെമ്പൽ കൊള്ളും ഈ ലോകത്തിനുള്ളവ. ഹല്ലേലൂയ. ഒരു ദൈവം ഇതിന്റെ ഹൃദയമോ ഉയരും, മുകളിലോട്ട് ഉയരും, മുകളിലോട്ട് ഉയരും. ഏത് പ്രശ്നം വന്നാലും, ഏത് സാഹചര്യം വന്നു കഴിഞ്ഞാലും ഒരു ദൈവം ഇതിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവമേ എന്ന് മുകൾ ഭാഗത്ത് നോക്കും, ഉന്നതങ്ങളിൽ നോക്കും. സ്തെഫാനോസിന് ഒരു പ്രശ്നം വന്നോ? ന്യായശാസ്ത്രിമാരും പരീശന്മാരും ഈ സ്തെഫാനോസിന് എതിരായി എഴുന്നേറ്റോ? സ്തെഫാനോസ് എന്താ ചെയ്ത്? സ്വർഗത്തേക്ക് കണ്ണുയർത്തി. സ്വർഗത്തിലുള്ളവർ ഏത് പ്രതികൂലം വന്നാലും എന്തു വന്നാലും കണ്ണ് മുകളിലേക്ക് ഉയർത്തും. ഈ ലോകത്തിൽ എന്ത് വന്നാലും അവർ കണ്ണ് മുകളിലേക്ക് ഉയർത്തും. അതാണ് മത്തായി സുവിശേഷം 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ വരുമ്പോൾ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, കരയുന്നവർ ഭാഗ്യവാന്മാർ. കുറച്ച് ഭാഗ്യവാന്മാരെ കുറിച്ച് അവിടെ പറയുന്നു. ആത്മാവിൽ ദരിദ്രർ. നമുക്കൊണ്ടൊന്നും കഴിയില്ല, ദൈവം ഒന്നും തന്നാൽ തന്നെ ഉള്ളൂ, ദൈവമേ എന്ന് ആത്മാവിൽ ഒരു ദരിദ്രത്തിന്റെ അനുഭവം. അടുത്ത ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, താഴ്മയോടും വിനയത്തോടും ജീവിതം ചെയ്ത് എങ്ങനെയെങ്കിലും അക്കരെ പോകണം, അവര് ഭാഗ്യവാന്മാർ. ഈ ലോകത്ത് നീതി കിട്ടൂല. അല്പം കഴിവില്ലാത്തവൻ നീതി ചെയ്താലും അതാരും അയ്യോ അവനാണ് നീതി ചെയ്തത്, അവനാണ് ഈ പ്രൈസിന് യോഗ്യൻ, അവനാണ് ഈ നന്മ കൊടുക്കേണ്ടത്, കിട്ടുകയില്ല. അപ്പോൾ ഇങ്ങനെ ദുഃഖിക്കുന്ന കുറെ പേരാണ് പറയുന്നത്. ഇവരെല്ലാം എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ദൈവസന്നിധാനത്തിൽ ചെന്നിരുന്ന കാര്യം, ദൈവമേ എനിക്ക് ഈ ലോകത്തിൽ ഒരു നീതി കിട്ടുന്നില്ല, എന്നെ എല്ലാവരും എതിർക്കുന്നു, എന്നെ എല്ലാവരും ഒരു സ്ഥാനമാനമോ ഒരു ലിസ്റ്റിലും എന്നെ കൊള്ളിക്കുന്നതിനെ കരയും ഇരുന്നുണ്ട്. ആരോട് കരയും? യേശുവിനോട് കരയും. ഇവരെ കുറിച്ചൊക്കെ പറയുന്ന ഭാഗ്യവാന്മാരെന്ന് എന്ന് പറഞ്ഞ ഇവർ ദൈവമേ എന്ന് കരയുമ്പോഴ് ദൈവസന്നിധാനത്തിലൂടെ ഹൃദയം തുറക്കും, ദൈവമേ നീയേ ഉള്ളൂ എന്ന്. അവരെ ദൈവം രക്ഷിപ്പാൻ ഒരുക്കമുള്ള ഒരു ദൈവമാണ്. അവരുടെ ശബ്ദം കേൾക്കുവാൻ ദൈവം ഒരുക്കമുള്ള ദൈവമാണ്. അവരുടെ മേലെ ദൈവം തേജസ് പകരുവാൻ ദൈവം ഒരുക്കമുള്ള ദൈവമാണ്. അതുകൊണ്ടാണ് അവരെ കുറിച്ച് പറയുന്നത് ഭാഗ്യവാൻ എന്ന് പറയുന്നത്. സ്തോത്രം, സ്തോത്രം. ഇനം ദൈവസന്നിധാനത്തിൽ നിലവിളിച്ച വ്യക്തികൾ, യോഹന്നാൻ അപ്പോസ്തലൻ ഈ ലോകത്ത് ജീവിച്ചപ്പോൾ ആർക്കും ഒരു ദോഷവും ചെയ്തില്ല. ഒരു സുപ്രഭാതത്തിൽ ഭസ്മോ ദ്വീപിലേക്ക് നാടുകടത്തി. അവിടെ ആരെയാ നോക്കാനുള്ളൂ? അവിടെ ആരെയും കാണാനില്ല. താൻ വിശുദ്ധ നാളിലെന്നും ആരാധിക്കുന്ന പോലെ കണ്ണുകളെ അടച്ച് ദൈവസന്നിധാനത്തിൽ ഒന്ന് നോക്കി മുകളിലേക്ക് അവൻ ആത്മപരവശനായി സ്വർഗത്തിൽ എടുക്കപ്പെട്ടു. ഒരു ദൈവ പൈതൽ, വചനമനുസരിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ആത്മീക അന്തരീക്ഷം മുകളിലേക്ക് ഉയരുന്നതായിരിക്കാം. നിത്യജീവനായ ഒരു നോക്കി പാർക്കുന്ന ഒന്ന്. വചനം അനുസരിക്കുന്നവനെ ദർശനം മുകളിൽ പോകുകയുള്ളൂ. എന്റെ വചനം കേട്ട് അതുപോലെ ചെയ്യുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യന് സംഘർഷം. വചനം അനുസരിക്കാത്തവർ ഈ ലോക നന്മകളിലും വചനം അനുസരിക്കുന്നവർ സ്വർഗീയ
അനുഗ്രഹങ്ങളിലും സ്വർഗീയ അനുഗ്രഹം അതോടുകൂടെ അവർക്ക് എല്ലാം കിട്ടാം. സ്വർഗീയ നന്മ അതോടുകൂടെ എല്ലാം ലഭിക്കാം. അതിനുവേണ്ടി ദാഹിക്കുന്നവരായിരിക്കാം. അപ്പോൾ വചനം അനുസരിക്കുന്ന ഒരു വ്യക്തിയുടെ മേലെ ദൈവത്തിന്റെ അനുഗ്രഹവും സാന്നിധ്യവും അവനോടുകൂടെ ഉണ്ടായിരിക്കാം. സ്തോത്രം. സ്വർഗീയ ദർശനം അവനെ ലഭിക്കുകയുള്ളൂ. അതിൻ്റെ 21 കൊരിന്ത്യർ 2-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ സ്തോത്രം, അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരാരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്ക് ഇല്ലായിരുന്നു. அதை இப்பிரபஞ்சத்து பிரபுக்களில் ஒருவனும் அறியவில்லை. அறிந்தார்களானால் மகிமையின் கர்த்தரை அவர்கள் சிலுவையில் அறைய மாட்டார்களே. ക്രിസ്തുവിനെ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ വചനമനുസരിച്ചവർ ജീവിച്ചിരുന്നെങ്കിൽ അവർ ക്രിസ്തുവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. അവിടെ പറഞ്ഞത് അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരെന്ന് പറഞ്ഞ യഹൂദ മതത്തിലെ നേതാക്കളാണ്, പ്രധാനികളാണ്. എപ്പോഴും പ്രഭുക്കന്മാർക്ക് ഭയങ്കര ധൃതിയാണ്, സമയം കാണുകയില്ല, തിരക്കിലായിരിക്കുക. ഈ ലോകത്തിൽ തന്നെ ഒരു മുമ്പറോ പ്രസിഡന്റോ എംപിയോ MLA ഒരു നേതൃസ്ഥാനത്തിൽ പോയി കഴിയാം, ഇവർക്ക് മൊത്തം തിരക്കായിരിക്കും. ആരെങ്കിലും ഒരു അതിർത്തർക്കമോ ഒരു അടിക്കേസോ ഉണ്ടാക്കി വെച്ചിട്ട് ആദ്യം ഇവരുടെ തന്നെ വരും. അപ്പോൾ ഇവർക്ക് എല്ലാ ദിവസവും തിരക്കായിരിക്കും. അത് പ്രഭുക്കന്മാർ, ആയിരങ്ങളുടെ മേലെ ശ്രദ്ധ പതിക്കുന്ന ഏതൊരു പ്രഭുവിനും ഇതുണ്ടാകാം. അവർ ബിസിയാണ്, തിരക്കിൽപ്പെടുന്നവരാണ്. ഇവർ ക്രിസ്തുവിനെ അറിയുവാൻ അതുപോലെ സമയം മെനക്കെടുത്തണം. ഈ ലോകത്തിൽ എത്ര തിരക്കിൽ അകപ്പെടുന്നുവോ അതുപോലെ ക്രിസ്തുവിനെ അറിയുവാനും അവർ തയ്യാറാകണം. അല്ലെങ്കിൽ ക്രിസ്തുവിനെ അറിയുന്നത് പോലെ അറിയാൻ കഴിയാതെ വരും. യഹൂദ മത നേതാക്കന്മാർക്ക് ക്രിസ്തുവിനെ അറിയുവാൻ കഴിഞ്ഞില്ല. സങ്കീർത്തന പുസ്തകങ്ങളിലും പ്രവചന പുസ്തകങ്ങളിലും യേശുവിനെ കുറിച്ച് തെളിവായി വ്യക്തമായി പ്രവാചകന്മാർ എഴുതി വച്ചിട്ടുണ്ട്. യേശു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പേ പ്രവചിക്കാൻ തുടങ്ങിയത്. എത്ര പ്രവാചകന്മാർ പ്രവചിച്ചു വച്ചിരുന്നു. ഈ അക്ഷരങ്ങളെല്ലാം എണ്ണി വാക്കുകളെല്ലാം തിട്ടപ്പെടുത്തി ന്യായപ്രമാണം നന്നായി അറിയാമെന്നുള്ള ഈ പ്രഭുക്കന്മാർക്ക് ഈ പ്രവചനമൊന്നും കണ്ണിൽ കണ്ടില്ലേ? ഈ വചനമൊന്നും ഇവരെ അറിഞ്ഞില്ലേ? ഇവിടെ പറയുന്നു അവർ ക്രിസ്തുവിനെ അറിഞ്ഞില്ല എന്ന് പറയുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ അവർ ക്രിസ്തുവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തിരുവെഴുത്ത് അറിയണം, ക്രിസ്തു ആരെന്ന് അറിയണം. അനുസരിക്കുന്നതും അനുസരിക്കാത്തതും രണ്ടാമത്തെ കാര്യം. അറിയണം ക്രിസ്തുവിനെ. അനുസരിച്ചാൽ അതിൻ്റെ നന്മ കിട്ടും, അനുസരിച്ചില്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ കിട്ടും. ഇത്രയേ ഉള്ളൂ. അറിയണം. അതെല്ലാ മനുഷ്യരുടെ ഉത്തരവാദിത്വമാണ്. ക്രിസ്തുവിനെ കുറിച്ച് അറിയണം. അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ക്രിസ്തുവിന് കേടായി ഒന്നും ചെയ്യാൻ നിൽക്കുകയില്ല കേട്ടോ. ഏത് മനുഷ്യനും ക്രിസ്തുവിനെ കുറിച്ച് നന്നായി അറിഞ്ഞാൽ ക്രിസ്തുവിന് എതിരായി പ്രവർത്തിക്കുന്നവർ പോലും
യേശുവിന് വേണ്ടി രക്തസാക്ഷിയാകുവാൻ ഒരുങ്ങും. അതാണ് അതിന്റെ യാഥാർത്ഥ്യ സത്യം. തിരുവെഴുത്ത് വായിക്കുമ്പോൾ ക്രിസ്തുവിനെ അറിയണം. അറിഞ്ഞില്ലെങ്കിൽ ക്രിസ്തുവിന് എതിരാവും. ക്രിസ്തുവിനെ അറിയണമെങ്കിൽ അവൻ തനിച്ചിരുന്ന് യേശുവേ എന്ന് ഹൃദയത്തെ ഒന്ന് ധ്യാനിക്കാൻ ഒന്ന് സമയം കൊടുക്കണം. നമ്മുടെ ഹൃദയത്തിന് അകത്തൊരു ശബ്ദം ഉയർന്നുകൊണ്ടിരിക്കും. ഏത് മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്തും ഒരു മെല്ലിയ ശബ്ദം എപ്പോഴും ഉയർന്നുകൊണ്ട് തന്നെ ഇരിക്കും. അത് കേൾക്കുവാൻ തനിച്ചിരുന്നൊരു അവസരം, ഏകാഗ്രതയോടിരുന്ന് ഒരു കേൾക്കുവാനുള്ള ഒരു അവസരം, ഹൃദയ വാതിൽ തുറന്ന് കേൾക്കുവാനുള്ള അവസരം കൊടുക്കണം. മൗനമായ മെല്ലിയ ശബ്ദം ഒന്ന് കേൾക്കണം. കൂടുതലും മനുഷ്യർ ഇതിനു വേണ്ടി കാത്തിരുന്നാൽ അവന്റെ അകത്തുനിന്ന് മുഴങ്ങുന്ന ശബ്ദം, എന്നെ ആര് സഹായിക്കും, എന്നെ ആര് വിടുവിക്കും, എനിക്ക് ആര് സഹായകനായി വരും. അതിനെക്കുറിച്ച് റോമാലേഖനം 7-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നത് എന്തെന്നറിയാമോ? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപകരമായ ഈ ശരീരത്തിൽ നിന്നും എന്നെ ആര് വിടുവിക്കും? നിർബന്ധമാണ് മനുഷ്യൻ ഞാൻ. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അതീതമായ ശരീരത്തിൽ നിന്ന് ആരെന്നെ രക്ഷിക്കും, ആരെന്നെ വിടുവിക്കും? എല്ലാ ഹൃദയത്തിലും മൗനമായി ഇരുന്ന് ദൈവമേ എന്ന് വിളിച്ചാൽ ഈ ശബ്ദത്തിന്റെ നിലവിളി അവിടെ ഹൃദയത്തിനകത്ത് നിശ്ചയമായി മുഴങ്ങും. അതാണ് ഈ ദരിദ്രരും ദുഃഖിക്കുന്നവരും കരയുന്നവരും ഇവരെല്ലാം ഒറ്റയ്ക്കിരുന്ന കരയുന്നത്. ദൈവമേ, എനിക്ക് നീതി കിട്ടുന്നില്ല, എനിക്ക് അതേ സ്വന്തം ഇങ്ങനെയൊക്കെയാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായം 3 മുതൽ 6-7 വാക്യങ്ങൾ വായിച്ചാൽ മതി. ഇത് എല്ലാം ഇവിടെ കഴിവില്ലാത്തവരാ. ഇവരെല്ലാം ദൈവസന്നിധാനത്തിൽ ദൈവമേ എന്ന് വിളിക്കാം. അതുകൊണ്ടാണ് അവർ ഭാഗ്യവാന്മാരെന്ന് പറയുന്നത്. ഹൃദയത്തിലുള്ള യാങ്ങലുകൾ കേൾക്കുവാൻ, ഹൃദയത്തിലുള്ള വേദന കേൾക്കുവാൻ, ഹൃദയത്തിലുള്ള അതേ നെടുപ്പോടുള്ള ശബ്ദം കേൾക്കുവാൻ താല്പര്യമില്ലാത്ത മനുഷ്യൻ കണ്ണുനീരിലും ദുഃഖത്തിലും അകപ്പെടുമെന്നുള്ളത് സംശയമേ ഇല്ല. ഇതൊക്കെ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ വായിക്കുമ്പോൾ അവിടെ ഹാബേൽ നല്ലൊരു മനുഷ്യനായി ജീവിച്ചു കേട്ടോ. ആർക്കും ഉപദ്രവം ചെയ്യുന്നവനൊന്നുമല്ല, ഭക്തനായിട്ട് നല്ല ജീവിച്ചു. എങ്കിലും ഹാബേലിന്റെ ജ്യേഷ്ഠ എന്ത് ചെയ്തെന്നറിയാമോ? കൊണ്ടുപോയി അവനെ വഴിയിലിട്ട് അടിച്ചു കളഞ്ഞു. അവൻ എന്ത് ചെയ്തു? നന്നായി എല്ലാം ഒന്ന് തൊടാതെ എന്ന് വിളിച്ചിരിക്കും. വിളിക്കാതിരിക്കുമോ? നന്നായി വിളിച്ചിരിക്കും. അവൻ വകവയ്ക്കാതെ അവനെ കൊന്നുകളഞ്ഞു. ഇവന്റെ അകത്തുള്ള നിലവിളി ഹായിൻ കേട്ടില്ല. പക്ഷേ അവൻ മരിച്ചപ്പോഴെന്നറിയുമോ? ഈ നിലവിളി ഹാബേലിന്റെ രക്തത്തിൽ കിടന്ന് വിളിക്കുക. ഹാബേലിന്റെ രക്തം ഈ ലോകത്തിൽ ജീവനോടെ ഇരുന്നപ്പോൾ ഹാബേല് നിലവിളിച്ചു, മരിച്ചപ്പോൾ അവന്റെ രക്തം നിലവിളിക്കുന്നു. വായിച്ച് ദൈവം ഹായിനോട് ചോദിക്കുന്നു, നിന്റെ സഹോദരൻ എവിടെ? നീ അവനെ എന്ത് ചെയ്തു? നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
ഈ ലോകത്തിരിക്കുമ്പോൾ എല്ലാ മനുഷ്യനും ഒരു നിലവിളി അകത്തുണ്ട്. അത് കേട്ട് സമർപ്പിച്ചാൽ പരിഹാരം ദൈവം തരും. അത് കേൾക്കാതെ ഈ ലോകത്തിരക്കിലും ഈ ലോകത്തിലുള്ള കാര്യാദികളിലും മനുഷ്യൻ ദൈവസന്നിധാനത്തിൽ ഇരിക്കാൻ സമയമില്ലാതെ പോയി കഴിഞ്ഞാൽ ദൈവം കാര്യം ചോദിക്കുന്ന ഒരു നാളുണ്ട്. ഹായിനേ, നിന്റെ സഹോദരൻ എവിടെ? ചെയ്യാത്ത കുറ്റം മനുഷ്യൻ ചിലരിൽ ചുമത്തി ന്യായവിധിക്കും കഷ്ടത്തിലും അകപ്പെടുത്തുന്നവരുണ്ട്. ഒറ്റ പരിഹാരം യേശുവേ എന്ന് പറഞ്ഞ് കർത്താവിന്റെ പാദത്തിൽ പീഠത്തിൽ ഇരിക്കുന്നതാണ്. മനുഷ്യൻ ചെയ്യുന്ന ന്യായത്തിനെതിരെ ഒരു ദൈവവൈതൽ എഴുന്നേൽക്കുന്നുവെങ്കിൽ കോടതിയിൽ പോയാലും അവന് ന്യായം കിട്ടാറില്ല. ഭൂരിപക്ഷമോ മനുഷ്യരുടെ അടുക്കൽ പോയാലും അവന് നീതി കിട്ടാറില്ല. ഏത് മനുഷ്യനും ബലവാന്റെ പക്ഷത്തേ നിൽക്കുകയുള്ളൂ. ഒരു ദരിദ്രന്റെ കഴിവില്ലാത്ത വ്യക്തി ബലഹീനന്റെ പക്ഷത്ത് നിൽക്കാൻ തയ്യാറാകുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏത് പ്രതികൂലത്തിലും യേശുവിന്റെ പാദപീഠത്തിൽ ചെന്നിരുന്ന് അന്തരംഗത്തിലെ ആ നിലവിളി മുകളിൽ ഉയരട്ടെ. നമ്മുടെ ബലഹീനതയിലും നമുക്ക് വിടുതൽ അതാണ്. പ്രതികൂലം വേദന തോന്നുമ്പോൾ ദൈവസന്നിധാനത്തിൽ ചെന്നിരുന്ന് യേശുവേ വിളിച്ച് നമ്മുടെ ശബ്ദം മുകളിൽ ഉയരണം. നിശ്ചയമായി ഏതൊരു രോഗി സൗഖ്യമാകുമെങ്കിലും അത് അങ്ങനെ തന്നെയാണ് സൗഖ്യം പ്രാപിക്കുന്നത്. യേശുവിൽ നിന്നും ശക്തി പുറപ്പെടും. യേശുവിനെ തൊട്ടവർ എല്ലാവരും വിടുവിക്കപ്പെട്ടിട്ടുണ്ട്. യേശു തൊട്ടവർ എല്ലാവരും വിടുവിക്കപ്പെട്ടിട്ടുണ്ട്. യേശുവാണ് നമ്മുടെ ബലം. യേശുവിനെ അറിയുക. പ്രഭുക്കന്മാർ അറിഞ്ഞില്ല. മത്തായി സുവിശേഷം 5:10 ഒന്ന് വായിക്കാമേ. അതായി ശരി. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുമ്പോൾ അത് വായിച്ചു. സ്തോത്രം. അടുത്ത് യോഹന്നാൻ സുവിശേഷം 1:9-10 വാക്യം. സ്തോത്രം. നിലവിളിച്ചാൽ നമ്മുടെ വിളി കേൾക്കുന്നവന്, നിലവിളിച്ചാൽ നമ്മുടെ അടുക്കൽ വരുമെന്നവന് യേശുവാണ്. ഈ ലോകത്തിൽ മനുഷ്യനെ വിടുവിക്കുവാൻ ഇറങ്ങി വന്നത് യേശുവാണ്. മറ്റൊരു ശക്തികൾക്കും മനുഷ്യന് വേണ്ട വിടുതൽ കൊടുക്കാൻ സാധ്യമല്ല. യേശുവിന് അത് കഴിയും. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു. ലോകം അവൻ മുഖാന്തരം ഉളവായി. ലോകമോ അവനെ അറിഞ്ഞില്ല. സത്യ വെളിച്ചം യേശുവാണ്. ഞാൻ തന്നെ വിളിച്ച യേശുവാണ്. ലോകത്തിൽ വന്നു. ലോകമോ അവനെ അറിഞ്ഞില്ല. ദൈവത്തെ അറിയുക, യേശുവിനെ അറിയുക. യേശുവേ, അങ്ങേ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശുവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവിന്റെ പാദപീഠത്തിൽ ചെല്ലുക. ഹല്ലേലൂയ. നിശ്ചയമായി നാം ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, നിശ്ചയമായി ദൈവസന്നിധാനത്തിൽ അടുത്ത് ചെല്ലുമ്പോൾ പല നാൾ നമ്മുടെ പ്രാർത്ഥന, പല നാൾ നമ്മുടെ കണ്ണുനീര്, ഏത് പ്രതികൂലം വന്നാൽ യേശുവിന്റെ പാദപീഠത്തിൽ ചെന്നിരിക്കുക. രക്ഷിക്കപ്പെട്ട അവസരം, അല്ലെങ്കിൽ ക്രിസ്തുവിനെ സേവിക്കാൻ ഇറങ്ങിയ അവസരം. പല രീതിയിൽ മനസ്സ് ഭാരപ്പെടാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ തെറ്റുകൾ ഉണ്ടായിരിക്കും. എനിക്കിങ്ങനെ വന്നുവല്ലോ എന്നുള്ള ഒരു ഭാരം കയറുന്നത്. ചിലപ്പോൾ ആരെങ്കിലും നമ്മൾ ഉപദ്രവിച്ചായിരിക്കും. പക്ഷേ ഇന്നാരിങ്ങനെ എന്നോട് കാണിച്ചല്ലോ, ചെയ്തല്ലോ എന്ന ഭാരം വരും. ഏത് ഭാരം വന്നാലും യേശുവേ എന്ന് പറഞ്ഞ് ഏകാഗ്രതയോട് തനിച്ച് ചെന്ന് കുറച്ച് നേരം ഇരിക്കും. ഹൃദയം ദൈവസന്നിധാനത്തിൽ ഉയരും. ദൈവമേ യേശുപ്പാ,
കുറച്ചു നേരം ഇരിക്കുമ്പോൾ ഈ ഭാരം മൊത്തം എന്നെ വിട്ട് അങ്ങ് പോകും. ഭാരം അങ്ങ് പോകുമ്പോൾ എൻ്റെ അസ്വസ്ഥത മാറും, എൻ്റെ വേദന മാറും, എൻ്റെ ദുഃഖം മാറും. അടുത്ത നിമിഷം ഞാൻ സന്തോഷത്തോട് ഞാൻ ചെയ്യേണ്ട ജോലികളും എൻ്റെ കാര്യങ്ങളും ചെയ്യാം. ഒരു മനുഷ്യനെ സന്തോഷത്തോടെ ഈ ലോകത്തിൽ ജീവിക്കുമാറാക്കുന്നത് യേശു മാത്രമാണ്. ക്രിസ്തുവിനെ നാം അറിയണം. ഒരിക്കൽ ഒരു കല്ലറയിൽ 2 ഭൂതഗ്രഹസ്ഥർ പാർത്തിരുന്നു. ഇവർ വലിയ ക്രൂരന്മാരായിരുന്നു. ആ കല്ലറ വഴി ആർക്കും പോയിക്കൂടായിരുന്നു, വഴി വയ്ക്കൂടായിരുന്നു. യേശു ഒരിക്കൽ ഈ കല്ലറയുടെ സമീപത്തിൽ കൂടെ യാത്ര ചെയ്തു. ഈ ഭ്രാന്തന്മാർ ദൂരെ നിന്ന് യേശുവിനെ കണ്ടു. ഇവർ എന്ത് ചെയ്യുന്ന അറിയാമോ? യേശുവിൻ്റെ അടുക്കൽ ഓടിയെന്ന്, യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, സമയത്തിന് മുമ്പേ ഞങ്ങളെ ഉപദ്രവിക്കുവാൻ വന്നുവോ എന്ന് പറഞ്ഞവർ നിലവിളിച്ചു. ഒന്ന് നോക്കുക, ഇന്നത്തെ പ്രഭുക്കന്മാർക്ക് യേശുവിനെ കണ്ടപ്പോൾ മനസ്സിലായില്ല. ആ ഭ്രാന്തന്മാർക്ക്, കല്ലറയിൽ താമസിച്ച ആ പിശാചിന് യേശുവിനെ കണ്ടപ്പോൾ മനസ്സിലായി. യേശുവിനെ അറിയണം. ഒരു ഭൂതഗ്രഹസ്ഥൻ മേലെ വസിക്കുന്ന ഭൂതം വരെ യേശുവിനെ അറിഞ്ഞു. ഇതുപോലെ തന്നെ ഒരു കുരുടന് നിലവിളിച്ചു, യേശു അവന് സൗഖ്യം കൊടുത്തു, കണ്ണ് കാഴ്ച കൊടുത്തു. ന്യായശാസ്ത്രിമാരും പരീക്ഷന്മാരും എല്ലാം വന്ന്, അവൻ ആര്? അവൻ ദൈവപുത്രനല്ല, പലതും പറഞ്ഞ് യേശുവിനെ കുറ്റം ചുമത്തി. അപ്പോഴാ കുരുടൻ ചോദിക്കുന്നറിയുമോ? എന്നെ അവൻ സൗഖ്യമാക്കിയിട്ടും നിങ്ങൾ അവൻ ആരെന്നറിഞ്ഞില്ലേ എന്നാ ചോദിക്കുന്നത്. യേശുവിനെ അറിയണം. നിശ്ചയമായി യേശുവിനെ അറിയുന്ന അറിവ് നമ്മെ രക്ഷിക്കാം. യേശുവിനെ അറിയുന്ന അറിവ് നമ്മെ സൗഖ്യമാക്കാം. യേശുവിൽ വിടുതലുണ്ട്, യേശുവിൽ അനുഗ്രഹമുണ്ട്, യേശുവിൽ നന്മയുണ്ട്. പ്രതികൂലങ്ങളിൽ യേശുവിൻ്റെ അടുക്കൽ ഓടിപ്പോയാൽ മതി. പ്രതികൂലങ്ങൾ നമ്മെ ഞെരുക്കുമ്പോൾ ഓടിച്ചെന്നിരുന്ന് യേശുവേ എന്ന് പറഞ്ഞിരുന്നാൽ മതി. നമ്മളെ അറിയാതെ കണ്ണുനീര് നമ്മുടെ കണ്ണിൽ നിന്നും ധാരധാരയായി ഒഴുകും. ചില നാളുകൾ അങ്ങനെ കരയുമ്പോൾ, ചില നാളുകൾ അങ്ങനെ ദൈവമേ എന്ന് നാം ദൈവമേ യേശുപ്പാ എന്ന് വിളിക്കുമ്പോൾ നിശ്ചയമായി യേശു കണ്ടിട്ട് വിടാതെ പോകുകയില്ല. മനസ്സലിവുള്ളവൻ, കരുണയുള്ളവൻ, നിശ്ചയമായി കർത്താവ് ചെരിഞ്ഞു നിൽക്കാം. നിശ്ചയമായി അവൻ വിടുവിക്കാം. നമ്മുടെ ദരിദ്രത്താൽ വലയുന്നവരാണ്, നമ്മുടെ പല ഞെരുക്കങ്ങളാൽ വലയുന്നവരാണ്, മനുഷ്യരാൽ ഞെരുക്കുന്നവരാണ്. നിങ്ങൾ ഓടിച്ചെന്ന് യേശുവിൻ്റെ അടുക്കൽ വാതിൽ അടച്ചിട്ട് യേശുവിൻ്റെ അടുക്കൽ ഇരുന്നു കൊണ്ട് അത് ദൈവമേ എന്ന് കരയുവൻ. ഹല്ലേലൂയ. നിശ്ചയമായി അതിന് ഉത്തരമുണ്ട്, നിശ്ചയമായ ഉത്തരമുണ്ട്. അത് ആകിയാൽ നിങ്ങളുടെ പ്രശ്നം ഏതായാലും പ്രതിഫലം കഴിവുള്ളതാണ്. ഞാനിത് വെറും തിയറി ആയിട്ട് പറയുന്നതല്ല കേട്ടോ, ഞാൻ അനുഭവത്തോടിത് പറയുന്നതാണ്. വർഷങ്ങൾ ചില വിഷയത്തിന് വേണ്ടി ദൈവസന്നിധാനത്തിൽ നിന്ന് ദിനംതോറും കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരുന്നിട്ടുണ്ട്. തീരാത്ത, ആരെക്കൊണ്ടും പരിഹരിപ്പാൻ കഴിയാത്ത പ്രശ്നം എൻ്റെ യേശു എനിക്ക് പരിഹാരിയായി വന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ഒക്കെ സഹിച്ചു പറക്കി ഇവിടെ. ദൈവമേ, ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ, ആരെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ യേശുവിനെ ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് അതേ സ്തോത്രം ഞങ്ങൾ ഈ ശുശ്രൂഷയിൽ അതേ സന്തോഷത്തോടെ നിൽക്കുന്നത്. ഞങ്ങളുടെ വേദന നിൽക്കുവാൻ മതിയായ ദൈവമാണ്. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം യേശുവാണ്. ഇത് ഞങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ട് കേട്ടോ. സ്തോത്രം. നമ്മുടെ
അനുഭവം നമുക്ക് ഭയപ്പെടാതെ പറയാം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവമാക്കി കൊള്ളാൻ കഴിയും. യേശു പറയുന്നതാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരാൾ എൻ്റെ അടുക്കൽ വരും, ഞാൻ ആശ്വസിപ്പിക്കാമെന്ന്. നിങ്ങളുടെ ഭാരം പ്രതികൂലം ഏതാവട്ടെ, ചെന്ന് തനിച്ചിരുന്ന് വാതിലടച്ച് യേശുവേ നിങ്ങളും യേശുവും തനിച്ചിരുന്ന് നോക്കുവിൻ, നിങ്ങളുടെ ഭാരം പോകുന്നു എന്നറിയാം. കുറച്ചു നേരം ഇരിക്കണം, 1 മണിക്കൂർ ദൈവമേ എന്ന് പറഞ്ഞിരുന്നാൽ മതി. നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണീര് ധാരയായി വീഴുക. അടുത്ത് നിങ്ങൾ എഴുന്നേറ്റ് ഒന്ന് പുറത്തു നോക്കി, നിങ്ങളുടെ ഹൃദയത്തിലെ സന്തോഷം, അത് സ്വർഗീയ സന്തോഷമായിരിക്കുക. മനുഷ്യനോട് മുഖാമുഖമായി സംസാരിക്കാൻ കഴിയാത്ത വേദന അടക്കിപ്പോകുന്ന ഒരു വ്യക്തി അതേ ദൈവസന്നിധാനം നോക്കി ചെന്നിരുന്ന് കഴിഞ്ഞ് അടുത്ത നിമിഷം വരുമ്പോൾ അവർ സന്തോഷത്തോടെ വരും. അപ്പോൾ ദൈവവചനം ദൈവത്തെ അറിയുന്നതിൽ ഒരനുഗ്രഹം നമുക്കുണ്ട്. പ്രഭുക്കന്മാർ അറിഞ്ഞില്ല. രണ്ടാമത് 1 കൊരിന്ത്യർ 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ സ്തോത്രം, എനിക്ക് അനുസരിക്കുന്നതിനാൽ വലിയ നന്മകളുണ്ട്. അനുസരിക്കുന്നതിനാൽ, ദൈവജനം അനുസരിക്കുന്നതിനാൽ വലിയ നന്മകളുണ്ട്. ഞാൻ പറഞ്ഞ ചെറിയ കാര്യങ്ങളാണ്. ദൈവമേ എന്ന് പറഞ്ഞാൽ ദൈവം നിശ്ചയം ഭാരം ഇറക്കി തരും. എല്ലാ മനുഷ്യർക്കും ഇത് ദിവസങ്ങളിൽ നിന്നിരുന്ന നമ്മുടെ ഭാരവും വേദനയും അസ്വസ്ഥത എന്തോ അതിനെ ദൈവം ഇറക്കി വയ്ക്കും. ഈ ദൈവത്തെ യേശുവിനെ അനുസരിക്കുന്നതിനാൽ വലിയ അനുഗ്രഹമുണ്ട്. അത് മാത്രമല്ല, വലിയ അനുഗ്രഹമുണ്ട്. വായിക്കാം 9-ാം വാക്യം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ട് പോലുമില്ല. അപ്പോഴൊരു മനുഷ്യനെ സഹായിപ്പാൻ ദൈവത്തിന് എത്ര കഴിയുന്നുള്ളതെന്ന് മനസ്സിലാക്കണം. ദൈവമേ എന്ന് വിളിക്കുന്ന ഒരു മനുഷ്യന് എന്തും നൽകി സഹായിപ്പാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ദൈവം വലിയ നന്മ ചെയ്യുന്നതാണ്, വലിയ നന്മ. ദൈവത്തെ ഒന്ന് അനുസരിപ്പാൻ തയ്യാറായാൽ മതി. ഭാരമനുദിനവും ദൈവഭാഗത്തിൽ ചെന്ന് ഇറക്കാമെങ്കിൽ ദൈവം അതേ സുഖം ദൈവം ആഗ്രഹിക്കുന്ന പാതയിൽ നിൽക്കുവാൻ, ദൈവമേ എന്ന് വിളിക്കുവാൻ, ദൈവമേ എന്ന് ദൈവത്തിൽ ആശ്രയിപ്പാൻ ദൈവം കൃപ തന്ന് നമ്മെ ഉയർത്താം. വിശ്വാസ ജീവിതമൊന്നും ദൈവത്തിന്റെ കൃപയാണ് വേണ്ട. വിശ്വാസ ജീവിതത്തിലെ വിടുതൽ എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപയാണ്. വിശ്വാസ ജീവിതത്തിലെ നന്മ എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപയാണ്. എന്ന് പറഞ്ഞാൽ എനിക്കത് പ്രാപിപ്പാൻ അർഹതയില്ല. ദൈവം മനസ്സലിഞ്ഞ് എന്നെ ഉയർത്തുന്നതാണ്. ദൈവം മനസ്സലിഞ്ഞ് എനിക്ക് തരുന്നതാണ്. അതിനുള്ള യോഗ്യത എനിക്കില്ല. ദൈവം എന്നോട് ക്ഷമിക്കണമേ എന്ന് ഞാൻ നിലവിളിച്ചതേ ഉള്ളൂ. വലിയത് ദൈവം ചെയ്യും, വലിയത് ദൈവം ചെയ്യും. ദൈവം ഈ ലോകത്തിൽ എന്തെങ്കിലും അല്പം തന്നു പറക്കി സന്തോഷമായി വിടാൻ ആഗ്രഹിക്കുന്ന ദൈവമല്ല. ഇവിടെ വീടില്ലാത്തവരെല്ലാം ദൈവമേ ഒരു വീട് തരണമേ, വീട് തരണമേ, വീട് തരണമേ എന്ന് ദൈവം അത് ചെയ്യും, ദൈവത്തിന് കഴിയും. പക്ഷേ ദൈവത്തിന്റെ ആഗ്രഹം എന്തെന്നറിയാമോ? കർത്താവിനോടുകൂടെ വസിക്കാൻ അങ്ങ് കൊണ്ടുപോകണമെന്നാണ്. അതാണ് ദൈവത്തിന്റെ ഒന്നാമത്തെ ആഗ്രഹം. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം നാം വായിക്കുമ്പോൾ, സ്തോത്രം, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഇപ്പോൾ നോക്കുക,
യേശുവേ എന്ന് വിളിച്ചു പോകുമ്പോൾ ഇകത്തിലും നമ്മെ സഹായിക്കാൻ കഴിവുള്ള ദൈവം, പരത്തിലും നമ്മെ സഹായിക്കാൻ കഴിവുള്ള ദൈവമാണ്. ചില മനുഷ്യർ ചിലപ്പോൾ ഇവിടെ എന്തെങ്കിലും ചിലതൊക്കെ തന്ന് സഹായിച്ചെന്ന് വരാം. ഒരു വാസസ്ഥലം, ഒരു വീട് തരാമെന്ന് പറഞ്ഞാൽ വീടുള്ളവർ പറയും എനിക്കൊരു വീട് ഇപ്പോഴും ഉണ്ട്, ഇനി എനിക്ക് വീട് വേണമെന്ന് പറയും. മാത്രമല്ല തമിഴ്നാട് ഗവൺമെൻറ് കോൺക്രീറ്റ് വീടുകൾ തരാൻ റെഡിയായിരിക്കും. കേരള ഗവൺമെൻറ് വീടും കൂടും ഇല്ലാത്തവർക്ക് 2, 4, 5 സെൻറ്റ് വാങ്ങി വീട് വെച്ച് കൊടുക്കാൻ അവർ തയ്യാറായിരിക്കുന്നു. പിന്നെ ഇന്നൊരു വീട് കിട്ടിയ 5 ഞാൻ ഒന്ന് പറയാം, ഇവിടുത്തെ വീടെല്ലാം തീക്കിരയായി പോവും. ഇവിടുത്തെ ഭൂമിയും ആകാശവുമെല്ലാം തീക്കിരയായി പോകും. അന്ന് ഈ മനുഷ്യരെല്ലാം എവിടെ പോകും? അന്ന് ഈ മനുഷ്യരെല്ലാം ഇടവഴിയിലാകയില്ലേ? യേശു പറയുന്നത് എന്തെന്നറിയാമോ? അടുത്ത വാക്യം, 3-ാം വാക്യം. ഞാനിരിക്കുന്ന സ്ഥലത്തിൽ നിങ്ങളെ ചേർത്തുകൊള്ളുമെന്ന് യേശു പറഞ്ഞത്. ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഈ ലോകം വിട്ട് പിരിയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ആരും നമ്മളെ കൂടെ കാണുകയില്ല. ഏറ്റവും സ്നേഹിക്കുന്ന മാതാക്കളോ പിതാക്കളോ മക്കളോ ആരും നമ്മളവിടെ കാണുകയില്ല. യേശു പറഞ്ഞത് ഞാൻ നിങ്ങളെ ചേർത്തോളാം. ഈ ലോകത്തേക്കും നമുക്ക് ഇവരാരും വേണ്ടെന്നല്ല, ഇതെല്ലാം നമുക്ക് വേണം. പക്ഷെ ഇതിനെ കവിഞ്ഞ ഒരു സ്നേഹം നമ്മെ നിത്യം മാടി വിളിക്കുകയാണ്. ഈ സ്നേഹം നമുക്ക് വേണം. ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ ഇവരുടെ എല്ലാവരുടെയും സ്നേഹം, അയൽക്കാരുടെ സ്നേഹം, നമ്മുടെ ഭരണകർത്താക്കൾ എല്ലാവരുടെയും സ്നേഹം നമുക്ക് വേണം. ഞാൻ പറയുന്നത് ഇതെല്ലാം മാറിപ്പോകുന്ന ഒരു സമയമുണ്ട്. അന്നെന്ത് ചെയ്യുമെന്നുള്ളതാ. അതാണ് നമ്മുടെ അന്തരംഗത്തിലെ തെളിവ്. എന്നെ ആര് സഹായിക്കും? നമ്മുടെ അന്തരംഗത്തിലെ ആത്മാവിന്റെ നിലവിളി അതാണ്, എന്നെ ആര് സഹായിക്കും? യേശു ഞാൻ നിങ്ങളെ ചേർത്തുകൊള്ളാം. യേശു നമ്മെ ചേർത്തുകൊള്ളണമെങ്കിൽ നമുക്ക് മനസ്സ് വേണം. കർത്താവേ ഞാൻ നിന്റെ അടുക്കൽ വരുന്നെന്ന് പറയണം. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ തയ്യാറില്ലാതിരുന്ന അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ എങ്ങനെ കഴിയും? കഴിയില്ല. യേശുവേ എന്ന് വിളിച്ചു പോയി കഴിഞ്ഞാൽ വലിയത് ചെയ്യുവാൻ, യേശുവിന് വലിയത് ചെയ്യുവാൻ കഴിയാം. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 2-3 വാക്യത്തിലേക്ക് ഇവിടെ ഒന്ന് പോകാം. സ്തോത്രം. വലിയത് ചെയ്യുവാൻ കഴിയാം. പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നു ആകാശവും ഭൂമിയും തീക്കായി ഒരുക്കിയിരിക്കുന്നു. എങ്ങനെ ഒരുക്കിയിരിക്കുന്നു? ജലപ്രളയത്തിന്റെ അന്ന് ജലപ്രളയം കൊണ്ട് ഭൂമിയെ നശിപ്പിച്ചതുപോലെ അതേ വചനത്താൽ ഭൂമിയെ തീക്കായി ഒരുക്കിയിരിക്കുന്നു. ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു ഇതങ്ങ് പോകട്ടെ. ഇതിനങ്ങ് പിടി. മൊത്തമേ ഭൂലോകത്തെല്ലായിടവും മാരകായുധങ്ങളും വെടികുണ്ടുകളും എല്ലാം പൊട്ടിത്തെറിക്കുന്നത് പത്രങ്ങളിലും ടിവിയിലും കൂടെ എല്ലാവരും കേൾക്കുന്നവരാണ്. ലോകം മൊത്തം നശിപ്പിക്കത്തക്കമുള്ള സ്മാരകായുധങ്ങൾ എല്ലാ നാടുകളിലും ഉണ്ട്. അപ്പോഴിന് ഉറപ്പാണല്ലോ ഈ ഭൂമി തീക്കിരയാവുമെന്ന്. പക്ഷേ ഈ അവസരം സ്വർഗം ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാക്കാൻ വേണ്ടി സ്വന്തം ശാസ്ത്രജ്ഞന്മാരും ഒരിക്കൽ പത്രത്തിൽ കിടന്നത് ഇങ്ങനെയാണ്: ഈ ഭൂമി മനുഷ്യന് വസിക്കുവാൻ യോഗ്യതയല്ലാത്തതായി മാറുന്നു, എന്നാൽ മറ്റൊരു ഗോളം മനുഷ്യന് വസിക്കത്തക്ക ഒരുങ്ങി വരുന്നു എന്ന്. ഇത് ഒരിക്കൽ പത്രത്തിലോ ആര് പറഞ്ഞോ ഞാൻ കേട്ടതാണ്. സ്വത്രം ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞതായിട്ട്. അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, പുതിയ ആകാശവും പുതിയ ഭൂമിയും വരാൻ പോവുക. വായിക്കാം.
പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തു നിന്നും ഇറങ്ങി വരുന്നത് കണ്ടോ. അടുത്ത് അത് എങ്ങനെയെന്ന് ചോദിച്ചാ, നമുക്കിവിടെ കല്യാണം നടക്കുന്ന സമയം ഒരു മണവാട്ടിയെ മണവാളൻ വീട്ടിൽ കൊണ്ടുവരുന്നത് പോലെ സ്വർഗീയ മണവാളൻ സഭ എന്ന മണവാട്ടിയെ സ്വീകരിക്കാൻ വരുന്നത് പോലെ ഇരിക്കും. ഒരു കല്യാണത്തിന് ആൺവീട്ടുകാരെല്ലാം ഒരുങ്ങിപ്പറക്കി മണവാട്ടിയുടെ വീട്ടിന്റെ പന്തലിൽ പുറത്ത് നിൽക്കും. അതുപോലെ അപ്പോഴവിടെ നിന്ന് ചിലർ ഇറങ്ങി വരും, ആരങ്ങളോടും എതിർമാലയോടും സ്വീകരിപ്പാൻ അവർ ഇറങ്ങി വരും. അവർ സ്വീകരിച്ച് കൊണ്ടുപോകും. ഇതുപോലെ മണവാളനായ യേശു മദ്യപാനിൽ വരുന്നൊരു സമയമുണ്ട്. നമ്മൾ ഒരുങ്ങി ആ കാഹളം കേൾക്കുമ്പോഴും മദ്യപാനെ ചെല്ലണം കേട്ടോ. മിണ്ടാതെ വരുന്ന കാര്യം നടക്കൂല. മണവാട്ടി തന്നെ താൻ ഒരുക്കുന്നു എന്നാണ് പറയുന്നത് വെളിപ്പെട്ട പുസ്തകത്തിൽ. ഒരുക്കണം. പാപത്തോട് എതിർക്കണം, ശാപത്തോട് എതിർക്കണം, ശത്രുവിനെ സാത്താനോട് എതിർക്കണം. അങ്ങനെ ഒരുങ്ങി കാഹളം കേൾക്കുമ്പോൾ മദ്യപാനിലാണ് ഈ സ്വീകരണം നടക്കുന്നത്. വായിച്ച് ഇറങ്ങി വരും. ഒരു പെരും ശബ്ദത്തെ കേട്ടേ, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അതാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയിലും വരുന്നത് കേട്ടോ. മനുഷ്യനോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ദൈവം മനുഷ്യനോടുകൂടെ പാർക്കാൻ വരുന്നത്, മനുഷ്യൻ ദൈവത്തോടുകൂടെ പാർക്കാൻ പോകുന്നത്. ഓ, എന്ത് സന്തോഷമായിരിക്കും! എന്ന് ആത്മാവിലാണ് ഇതെല്ലാം കാണുന്നത്. ദൈവമേ വരണമേ, എൻ്റെ വീട്ടിൽ പാർക്കണമേ, എന്നോട് വസിക്കണമേ, എൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കണമേ, എൻ്റെ കാര്യത്തിന് പരിഹാരം തരണമേ, എൻ്റെ വിഷയം ഏറ്റെടുക്കണമേ. എനിക്കിവിടെ ആരുമില്ല, യേശുവേ വരണമേ. ദൈവമക്കൾ രാത്രികാലങ്ങളിൽ ഇരുന്ന് കരയുന്ന എത്ര പേരുണ്ടോന്ന് എനിക്കറിയില്ല. യേശുവേ വരണമേ, യേശുവേ വരണമേ, എൻ്റെ ഹൃദയത്തിൽ വരണമേ, എന്നോട് വസിക്കണമേ, എന്നെ സഹായിക്കണമേ, എന്നെ സഹായിക്കണമേ എന്ന് അതേ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. ക്രിസ്തുവിന്റെ മണവാട്ടിയാണെങ്കിൽ നിങ്ങൾ രാത്രികാലം ഇരുന്ന് വിളിക്കും കേട്ടോ. വരണമേ, വരണമേ, എന്നോട് വരണമേ. നിങ്ങൾ വിളിക്കും, നിശ്ചയം വിളിക്കാം. അനുഭവമുള്ളവർക്കായി ഞാൻ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ ലോകത്തിൽ വേല ചെയ്ത് ക്ഷീണിച്ച് പറിക്കൊക്കെ ചെന്ന് കിടക്കാം. ഒരു ഉറക്കം അങ്ങ് കഴിയുമ്പോൾ 1 മണിക്കോ 2 മണിക്കോ 3 മണിക്കോ പരിശുദ്ധാത്മാവ് തട്ടി എഴുപ്പുന്ന സമയം ഓരോരുത്തർക്കും ഉണ്ട്. ആര്? മണവാളനായി ഒരുങ്ങിയിരിക്കുന്ന സമയമാകുന്ന മണവാട്ടിക്ക്. ഒരു ദൈവവൈതൽ വരവിന് ഒരുക്കപ്പെടുന്ന ഒരു ദൈവവൈതലെങ്കിൽ നിശ്ചയമായ അർദ്ധരാത്രി കഴിച്ചിരുന്ന 1 മണിക്കൂറെങ്കിലും യേശുവേ എൻ്റെ ഹൃദയത്തിൽ വരണമേ, യേശുവേ എന്നോട് വരണമേ, എന്നോട് വരണമേ എന്ന് വിളിക്കാത്ത ഒരു മണവാട്ടിയും കാണൂല. വിളിക്കാതിരിക്കുന്ന മണവാട്ടികൾ ആര് കാണില്ല. നിങ്ങൾ വരവിന് എടുത്തുകൊള്ളപ്പെടുന്ന ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. ഇതില്ലെങ്കിൽ നിങ്ങളുടെ പോണ കാര്യം ഞാൻ ഉറപ്പ് തരില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പ്, അതിന് ഉറപ്പ്. കരയുന്നവരുടെ നെറ്റിയിൽ മുദ്രയിടുന്ന ദൂതന്മാരുണ്ട് കേട്ടാ. സ്തോത്രം. 1 മണിക്കൂർ ദൈവമേ വരണമേ, എൻ്റെ കൂടെ വരണമെന്ന് ഓട്ടോമാറ്റിക്കായി കരയും കേട്ടാ. കരഞ്ഞ് വേറെ ഒരു ചിന്തയും ഇല്ല ഇവിടെ ഉള്ളത്. ഇവിടെയുള്ള ചിന്ത ഉണ്ടെങ്കിൽ ദൈവം എന്റെ പ്രശ്നമുണ്ട്, എന്നെ സഹായിക്കണമേ, വരണമേ, 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 ഇതേ ഉള്ളൂ.
ക്രിസ്തുവിൻ്റെ മണവാട്ടിയുടെ രക്ഷ. ക്രിസ്തുവിനെ അനുസരിച്ചാൽ, വചനം അനുസരിച്ചാൽ വലിയ നന്മയുണ്ട്. സ്തോത്രം, സ്തോത്രം. അപ്പോൾ വചനം അനുസരിച്ചാൽ ക്രിസ്തുവിനെ ക്രൂശിക്കാൻ പോകില്ല. പ്രഭുക്കന്മാർ അറിയാത്തതിനാലാണ് ക്രൂശിക്കാൻ പോയത്. വചനമനുസരിച്ചാൽ വലിയ നന്മയുണ്ട്. ഒരു കാര്യം കൂടെ വേഗത്തിൽ പറഞ്ഞ് ഞാൻ നിർത്താം. വചനമനുസരിച്ചാൽ ദൈവിക രഹസ്യങ്ങളെ നിങ്ങൾ അറിയും. വചനമനുസരിച്ചാൽ നമ്മുടെ ദൈവസന്നിധി എത്ര അടുത്ത് ചെല്ലുന്നു അത്രയും ദൈവിക രഹസ്യങ്ങൾ നമുക്കറിയാൻ കഴിയും. ദാനിയേൽ ദൈവത്തിന്റെ രഹസ്യങ്ങൾ ദൈവത്തിൽ നിന്നും അറിഞ്ഞ് ചിലത് ചെയ്തിട്ടുണ്ട്. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 11-ാം വാക്യം. പ്രവാചകന്മാർ പലര് ദൈവത്തിന്റെ രഹസ്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. മനുഷ്യനുള്ള ആവിയെ അന്റി മനുഷ്യരിൽ യവൻ മനുഷ്യനുക്കുரியവകളെ അറിവാൻ. മനുഷ്യനിലുള്ളത് അവന്റെ മനുഷ്യാത്മാവ് അറിയുന്നു. അപ്പടിപ്പോലെ ദൈവത്തിനുള്ളത് ഔവണ്ണം ദൈവത്തിനുള്ളത് ദൈവത്തിന്റെ ആത്മാവ് അറിയുന്നു. ഒരുവനും ദേവനുക്കുரியവകളെ അറിയ മാട്ടോ. ദൈവത്തിനുള്ളത് മനുഷ്യാത്മാവുള്ളവൻ അറിയില്ല, ദൈവാത്മാവുള്ളവൻ അറിയും. ഒരു ദൈവം ഇതിന്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം, ദൈവിക രഹസ്യങ്ങൾ അവൻ അറിയാം. വേറൊരു വേദഭാഗമുണ്ട്. സ്തോത്രം. ദൈവം തന്റെ പ്രവാചകന്മാരെ അറിയിക്കാതെ ചെയ്യുകയില്ലല്ലോ. സ്തോത്രം. അപ്പോഴേ ദൈവത്തിന്റെ രഹസ്യം അറിയണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വേണം. വചനമനുസരിക്കാത്തവന്റെ കയ്യിൽ അവനിലുള്ള ആത്മാവ് കൊണ്ട് അവന് മാനുഷിക കാര്യങ്ങളെ അറിയാൻ കഴിയുള്ളൂ. മനുഷ്യാത്മാവിന്റെ സ്വഭാവം എന്തോന്ന്? ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നേടുക, ചെയ്യുക, തിന്നുക, കുടിക്കുക, നാളെ മരിക്കുക. അതാണ് മനുഷ്യാത്മാവിന്റെ സ്വഭാവ ഗുണം. ദൈവാത്മാവിന്റെ സ്വഭാവം ദൈവത്തിന്റെ രഹസ്യം അറിയണം, ദൈവരാജ്യത്തിന്റെ രഹസ്യം അറിയണം. എന്ന് വരും മണവാളൻ, എപ്പോൾ വരും മണവാളൻ, എന്ത് ചെയ്യും എനിക്ക് വേണ്ടി, ഞാൻ അവിടെ ചെല്ലുമോ? ദൈവാത്മാവുള്ളവൻ അതറിയാം. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവാത്മാവുള്ളൊരു മനുഷ്യനായിരിക്കാനാണ്. യോസഫിൽ ദൈവാത്മാവ് ഉണ്ടായിരുന്നു, ദാനിയേലിൽ ദൈവാത്മാവ് ഉണ്ടായിരുന്നു, പ്രവാചകന്മാരിൽ ദൈവാത്മാവ് ഉണ്ടായിരുന്നു. അവരാണ് ഈ പ്രവാചക പുസ്തകങ്ങളെല്ലാം എഴുതിയത്. 2 പത്രോസ് 1:21 പറയുന്നു, വചനം ഒരിക്കലും, പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല. ദൈവത്തിന്റെ മനുഷ്യൻ ദൈവാത്മാവിനാൽ സംസാരിച്ചതത്രേ. ദൈവത്തെ അനുസരിച്ച അനുഗ്രഹമുണ്ട്. സ്തോത്രം. നമുക്ക് 2 കൊരിന്ത്യർ 3:6 കൂടെ ഒന്ന് വായിക്കാമേ. ദൈവാത്മാവിനാൽ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷയിൽ തേജസ്സേറിയാണ്. ദൈവാത്മാവില്ലാതെയും ശുശ്രൂഷിക്കുന്നവരുണ്ട്. അത് ആത്മാവിനാൽ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷ പോലെ തേജസ് ഉള്ളത് അല്ല. അക്ഷരീക ശുശ്രൂഷ, ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷയ്ക്കും തേജസ് ഉണ്ട്. പക്ഷേ ആത്മാവിന്റെ ശുശ്രൂഷ എത്രയധികം തേജസ്. നിങ്ങൾ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരായിരിക്കാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കി.
പരിചര്യ எழுத்துக்குரியதாயிராமல் അത് അക്ഷരിക ശുശ്രൂഷയല്ല, ആവിക്കുரியതായിരിക്കുന്നത്. അത് ആത്മാവിന്റെ ശുശ്രൂഷയാണ്. எழுத்து കൊല്ലുகிறது. നമുക്ക് എഴുത്തിന്റെ ശുശ്രൂഷ തേജസ്സുള്ളതാണ്, പക്ഷെ അത് കൊല്ലുന്നു. ആവിയെ ഉയിർപ്പിക്കുന്നത്, ആത്മാവ് ജീവിപ്പിക്കുന്നു. ന്യായപ്രമാണം പ്രസംഗിച്ചുകൊണ്ട് യേശുവിനെ അറിയാൻ മനസ്സ് വയ്ക്കാതെ ന്യായപ്രമാണങ്ങളും കൽപ്പനകളും അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അവിടെ ഉപദേശം കേൾക്കുമ്പോൾ തേജസ് ഉണ്ടെന്ന് തോന്നും കേട്ടാ, പക്ഷേ അത് അക്ഷരത്തിന്റെ ശുശ്രൂഷയാണ്. അത് മനുഷ്യനെ കൊല്ലുമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഈ ലോകത്തിൽ നിന്ന് ജീവൻ വേണമെങ്കിൽ സുവിശേഷം വായിച്ച് പരിശുദ്ധാത്മ നിറവിൽ ആരാധിച്ച് ദൈവരാജ്യത്തിനായി ഒരുങ്ങണം. യേശു നമ്മെ ചേർത്തുകൊള്ളും. വേഗം വരാറായി. ഇതൊരു ദൈവത്തിന്റെ പ്രത്യാശയാണ്. ചിലർ പറയും, ഈ മാസ്റ്റർക്കാരൊക്കെ അവർക്ക് ഡിഗ്രി ഉണ്ട്, ഈ ഡിഗ്രിക്കാർക്ക് ഡിഗ്രികളെ നോക്കും, അവർക്ക് ഡിഗ്രി ഉണ്ട്, ഇവർക്ക് ഡിഗ്രി അല്ല. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം 31-ാം വാക്യം ഒന്ന് വായിക്കാമോ സഹോദരൻ? അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം 31-ാം വാക്യം. സഹോദരൻ, അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഐത്തോപ്യ രാജ്ഞിക്ക് ഒരു ധനകാര്യമന്ത്രി ഉണ്ടായിരുന്നു. ഒരു രാജ്ഞിയുടെ, രാജാവിന്റെ ധനകാര്യമന്ത്രി എന്ന് പറഞ്ഞാൽ അറിവുള്ളവന്നല്ലോ, കുറവൊന്നും ഇല്ലാത്തവനാണല്ലോ. രാജാവിന്റെ അടുത്ത സ്ഥാനത്ത് വരുന്നത് ധനകാര്യമന്ത്രി, നല്ല അറിവുള്ളവനാണ്. പക്ഷേ ഈ ധനകാര്യമന്ത്രി ഷണ്ണൻ എന്നാണ് പേര്. ഇവൻ ഒരിക്കൽ വചനം വായിച്ചുകൊണ്ടേയിരുന്നു. യേശുവിന്റെ ശിഷ്യനായ ഫിലിപ്പോസ് എന്ത് ചെയ്തു? എന്തൊരു വായിക്കുന്നു നോക്കണമല്ലോ. ആത്മാ പറഞ്ഞു, നീ പോ, അവൻ്റെ കൂടെ പോകാം. പോയി. അടുത്ത് പോയപ്പോഴേ ഫിലിപ്പോസ് ചോദിച്ചു, നീ വായിക്കുന്നു മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ വലിയ അറിവുള്ളവൻ, ഡിഗ്രി ഉള്ളവൻ പറയുന്നത് എന്തെന്നറിയാമോ? പൊരുൾ തിരിച്ചു തരാതെ എങ്ങനെ അറിയണം? കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തിരുവചനത്തിന്റെ പൊരുൾ നിങ്ങൾക്കറിയണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് വേണം. ആർക്കായാലും ശരി തന്നെ, ദൈവത്തിന്റെ ആത്മാവില്ലാതെ ഒരു മനുഷ്യനും പൊരുൾ തിരിച്ച് പ്രസംഗിക്കയില്ല. അവർ മരണ ശുശ്രൂഷയെ ചെയ്യുള്ളൂ. അത് പെന്തക്കോസ്തിലായാലും ശരി, മറ്റൊരു ഡിനോമിനേഷനിലായാലും ശരി തന്നെ, പരിശുദ്ധാത്മാവ് പൊരുൾ തിരിച്ചു കൊടുക്കണം. നിങ്ങൾ ആത്മനിറവിൽ ആരാധിച്ച് പരിശുദ്ധാത്മാവിനെ നിറക. അതേ സ്വന്തം പരിശുദ്ധാത്മാവെങ്കിൽ നിങ്ങൾക്ക് പൊരുൾ തിരിച്ചു തരും. ഇവിടുത്തെ ഡിഗ്രികൾ കൊണ്ടൊന്നുമല്ല സ്വർഗത്ത് പോകുന്നത് കേട്ടോ, സ്വന്തം പൊരുൾ തിരിക്കുന്നത്. ഇനി ഒന്നുകൂടെ പറയാം. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം 13-ാം വാക്യം. യേശുവിന്റെ ശിഷ്യന്മാരെല്ലാം നല്ല ഡിഗ്രി ഉള്ളവരാണ്? ഇല്ല. പിന്നെ അവർ ചെയ്ത അത്ഭുതം ആരും ചെയ്തില്ല. അവർ പ്രസംഗിച്ചപ്പം ജനം മാനസാന്തരപ്പെട്ടതുപോലെ ആരും മാനസാന്തരപ്പെട്ടില്ല. പത്രോസും അന്ത്രയോസും യോഹന്നാനും യേശുവിന്റെ വചനം പ്രസംഗിക്കുന്നത്, പറയുന്നത് കേട്ടപ്പോ ഈ ശാസ്ത്രിമാരും പരീശന്മാരും ഒക്കെ യോഹന്നാനും പത്രോസും പറയുന്ന ഉത്തരം കേട്ടു. അവിടെ ധൈര്യം അവർ കണ്ടപ്പോഴവർ പറയുന്നത് എന്താണെന്നറിയാമോ? ഇവര് പഠിത്തമില്ലാത്തവർ, വിദ്യാഭ്യാസമില്ലാത്തവര്, അറിവില്ലാത്തവര്, ഇതൊന്നും ഇല്ലാത്തവരാണ്. ഇവർക്ക് ഈ ധൈര്യം, ഈ ജ്ഞാനം എവിടെ നിന്ന് കിട്ടി എന്നാണ് ശാസ്ത്രജ്ഞരും പരീശന്മാരും പറയുന്നത്. ഒരു വചനം പ്രസംഗിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവുണ്ടെങ്കിലേ അവനത് പറയാൻ പറ്റുള്ളൂ. മലയാളത്തിൽ വീണ്ടും എടുത്ത് 4:13 അപ്പോസ്തലപ്രവൃത്തി 4:13. ഹല്ലേലൂയ, സ്തോത്രം.
കിട്ടിയില്ല. അവൻ പത്രോസിന്റെയും ആ യോഹന്നാന്റെയും ആ ധൈര്യം കാണുകയും നമുക്ക് ശാസ്ത്രന്മാരും മനുഷ്യന്മാരും പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയിൽ ഇവ പഠിപ്പില്ലാത്തവരും ആ സാമാന്യരുമായി ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കാനും ആശ്ചര്യപ്പെട്ടു. ദൈവാത്മാവുണ്ടെങ്കിൽ ദൈവത്തിന്റെ രഹസ്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി തരും. ഇതിന്റെ രഹസ്യം ദൈവം വെളിപ്പെടുത്തി തരും. നിശ്ചയമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം വായിച്ച് അനുസരിക്കുക. അനുസരിച്ചില്ലെങ്കിൽ പരീക്ഷന്മാർക്ക് തുല്യമായി മാറും. അനുസരിച്ചാൽ ക്രിസ്തുവിനെ ക്രൂശിപ്പാൻ ഇടവരികയില്ല. ക്രിസ്തുവിനെതിരായി വരുന്ന എല്ലാ ശബ്ദങ്ങളിലും നമ്മുടെ ഒഴിഞ്ഞു മാറി വെക്കോളാം. വലിയ നന്മയുണ്ട്. അനുസരിച്ചാൽ വലിയ നന്മയുണ്ട്. ദൈവിക രഹസ്യങ്ങൾ നമുക്കറിയാൻ കഴിയും. എല്ലാവരും കണ്ണുകൾ അടയ്ക്കാം. യേശു കർത്താവേ, ഹല്ലേലൂയ. ഈ ലോകത്തിലൊരു ഭാഗ്യമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നതാണ്, യേശുവിനെ പിൻപറ്റുന്നതാണ്. ഒരു വലിയ അനുഗ്രഹമുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. സുവിശേഷം അനുസരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. അനുസരിക്കാത്തവർ ദൈവത്തിൻ്റെ തേജസ് മഹിമയും വിട്ട് പോകേണ്ടി വരും. ഹല്ലേലൂയ. അതെ, അനുസരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ മഹിമയുടെ മുമ്പിൽ നിൽക്കുവാനുള്ള തേജസ് ദൈവം തരാം. ഹല്ലേലൂയ. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതാണ്. ഹല്ലേലൂയ. ദൈവിക പദ്ധതി, ദൈവത്തിന്റെ പ്ലാൻ. ഹല്ലേലൂയ. ദൈവ തേജസ് നമ്മൾ പ്രാപിക്കണമെന്നുള്ളതാണ്. ഹല്ലേലൂയ. യേശുവേ തിരുസന്നിധിയിൽ വരുന്നു. യേശുവേ തിരുസന്നിധിയിൽ വരുന്നു. ഹല്ലേലൂയ. ഒരു വലിയ നന്മയ്ക്ക് ദൈവം അനുഗ്രഹമാക്കി മാറ്റണമേ. വലിയൊരു അനുഗ്രഹത്തിന് ഹല്ലേലൂയ ദൈവം ഒരുക്കണമേ. ദൈവിക രഹസ്യങ്ങൾ അറിയട്ടപ്പാ. ദൈവിക വഴികൾ അറിയട്ടപ്പാ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. കൃപയ്ക്കായി, കൃപയ്ക്കായി യേശുവേ, അവിടുത്തെ കൃപയ്ക്കായി, അവിടുത്തെ നന്മകൾക്കായി, അവിടുത്തെ അനുഗ്രഹങ്ങൾക്കായി ജീവിതങ്ങളെ ഒരുക്കണമേ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ അവിടുത്തെ പാദത്തിൽ വരുന്ന ജീവിതങ്ങൾ ഹല്ലേലൂയ ഭാരം ക്രിസ്തുവിന്റെ പാദത്തിൽ ഇടട്ടപ്പ. എല്ലാ ഭാരവും യേശുവിന്റെ പാദപീഠത്തിൽ വയ്ക്കട്ടപ്പ. ഹൃദയത്തിന്റെ അന്തരംഗത്തിലെ നിലവിളി ഒന്ന് കേൾക്കട്ടുന്നതാ. ഹല്ലേലൂയ. എന്നെ ആര് സഹായിക്കാം? യേശു സഹായിപ്പാൻ ശക്തനാണ്. യേശു സഹായിപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ും പൊന്നുസേ ഓർക്കും തോറും രമ്യം പ്രത്യാശയോടിതാ ഭക്തരങ്ങുദിക്കുന്നേ. വന്നുദിക്കും പൊന്നുസേ ഓർക്കും തോറും രമ്യം. ലക്ഷ്യമെല്ലാം കാണുന്നൽ കർത്തൻ തൻ വരവിൽ. ലക്ഷ്യമെല്ലാം കാണുന്നല്ലോ കർത്തൻ തൻ വരവിൽ. നിത്യമായ രക്ഷയെ തൻ പക്ഷമായി നൽകിയിടം. നിത്യമായ രക്ഷയെ തൻ പക്ഷമായി നൽകിയിടം. രക്ഷത്തിൻ സുന്ദരൻ അക്ഷരനാം രക്ഷകൻ എത്രയും ക്ഷണത്തിൽ നമ്മെ അക്ഷരനാക്കിയിടും. രക്ഷത്തിൻ സുന്ദരൻ അക്ഷയനാം രക്ഷകൻ എത്രയും ക്ഷണത്തിൽ നമ്മെ അക്ഷരനാക്കിയിടും. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ. വന്നുദിക്കും പൊന്നുസേ ഓർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ. വന്നുദിക്കും പൊന്നുസേ ഓർക്കും തോറും രമ്യം. രാജനേസു വന്നിടും നീ ഒരുങ്ങിയിട്ടുണ്ടോ? രാജനേസു വന്നിടും നീ ഒരുങ്ങിയിട്ടുണ്ടോ? നാളുതോ
സ്നേഹവനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, കർത്താവേ, ഈ പകൽക്കാലം ദൈവസന്നിധാനത്തിലായിരുന്നു കർത്താവെ സന്തോഷത്തോട് ഹല്ലേലൂയ ആനന്ദത്തോട് അങ്ങ് സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ഹാലയിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ സ്തോത്രം. ഓരോ നാടും ദിനങ്ങളും നിങ്ങളുടെ അകത്തെ പ്രത്യാശ വളരട്ട് കർത്താവേ, അകത്തെ ദർശനം മുകളിലേക്ക് ഉയരട്ട് കർത്താവേ. ഹല്ലേലൂയ. ദൈവം ഒരുക്കുന്ന വലിയ നന്മകൾ കർത്താവെ കാണുവാൻ, അനുഭവിപ്പാൻ ഭാഗ്യവാന്മാരായി തീരാൻ അതിനെ കേൾക്കുന്ന എല്ലാവർക്കും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പകൽക്കാലം ബലഹീനരായി വന്നിരിക്കുന്നവരുടെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവേ, അവരുടെ ശക്തി അവരുടെ മേൽ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഏത് പ്രതിസന്ധി ആയാലും യേശുവിന്റെ നാമത്തിൽ അത് പോകുവാൻ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളോട് ഒരുമിച്ച് ആരാധിപ്പാൻ കർത്താവേ വരുവാൻ കഴിയാതെ അവിടെ ബലഹീനരായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവമേ, കണ്ണിന് കാഴ്ച കുറവായിരിക്കുന്ന ദൈവമേ, ഹല്ലേലൂയ സിസ്റ്റർ, ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. വീഴുന്ന കൈ, ഹല്ലേലൂയ. തകരാറിലായിരിക്കുന്ന ലീല സിസ്റ്റർ, ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവമേ, ദൂരസ്ഥലങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യം ഇവിടെ ചെല്ലണം, ദൈവിക വിടുതൽ അവർ അനുഭവിക്കണം, ദൈവകരസ്പർശനം അനുഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാമത്തെ മഹത്വപ്പെടുത്താൻ ഈ ആഴ്ചകൾ ചെയ്യുവാനുള്ള കൃപ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തൊഴിൽ മണ്ഡലങ്ങൾ, യാത്രകൾ കർത്താവേ, വാഹനയാത്രകൾ, പോകുന്ന വരുന്ന ഹല്ലേലൂയ സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ കൃപയും കാവലും ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആരെല്ലാം ഇത് കേൾക്കുന്നു എല്ലാവരുടെ ജീവിതവും മാറപ്പെടട്ടെ, ജീവിത രൂപാന്തരം പ്രാപിക്കട്ടെ, ദൈവരാജ്യത്തിന് ഒരുങ്ങട്ടെ. കർത്താവേ അങ്ങനെ ചെയ്യണമേ. ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വെച്ചുമ്പോൾ പ്രാർത്ഥന കേൾക്കണം. സ്വർഗീയ പിതാവേ, ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസം ആരാധിച്ച് മടങ്ങിപ്പോകുന്ന പ്രിയപ്പെട്ടവരോടും ദേശത്തോടും സഭയോടും സകല വിശുദ്ധന്മാരോടും കൂടെ വരുവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.